എന്നിലലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിലലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാം. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിടേണമേ. എൻ്റെ ഈശോയെ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയെ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ നല്ല ഈശോയെ, എന്നെ അനുദിനം പരിപാലിക്കുന്ന നിൻ്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. നിറഞ്ഞ ഹൃദയത്തോടെയാണ് തമ്പുരാനെ ഞാനിന്ന് അങ്ങയുടെ മുന്നിലായിരിക്കുന്നത്. മനോഹരമായൊരു ദിവസം എനിക്കായി ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തി ഈ ദിനം എനിക്ക് സമ്മാനിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഈ ദിവസം മുഴുവൻ അങ്ങൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. എനിക്കായി കരുതി വച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മേന്മയോ കഴിവുകളോ വിദ്യാഭ്യാസ നിലവാരമോ കുടുംബ മഹിമയോ സാമ്പത്തികമോ ഒന്നുമല്ല. എന്നെ ദിനവും കടന്നു പോകാൻ അനുവദിക്കുന്നത് അങ്ങയുടെ ദയയും കരുണയും കൃപയുമാണെന്ന് ഈ സമയം ഞാൻ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ജീവനാഡിയിലെ ഒരവയവം പണിമുടക്കിയാൽ തീരാവുന്നതേയുള്ളൂ എൻ്റെ ഈ കൊച്ചു ജീവിതം. അഹങ്കരിക്കാൻ എനിക്ക് യാതൊന്നുമില്ല ദൈവമേ. എൻ്റെ ഗുണമോ യോഗ്യതയോ നോക്കാതെ അങ്ങെന്നെ അനുദിനവും വഴി നടത്തുന്നുവല്ലോ. തമ്പുരാനെ, അങ്ങൻ്റെ ജീവിതത്തോട് കൂട്ടിച്ചേർത്ത ഈ ദിവസത്തെ ഞാനിതാ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്തു തീർക്കേണ്ട എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ നടക്കുവാനും അവിടുത്തെ അനുഗ്രഹം നേടുവാനും എന്നെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, എന്നെ അവിടുന്ന് നയിക്കണമേ, സഹായിക്കണമേ. ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. വചനത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, തീനാവുകളുടെ രൂപത്തിലെ ശിഷ്യന്മാരുടെ മേലിറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലൊന്ന് ഇടപെടണമേ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഒന്ന് ഇടപെടണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ തടസ്സങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഒന്ന് ഇടപെടണമേ. കുടുംബത്തിലെ സമാധാനമില്ലാത്ത അവസ്ഥകളുടെ മേൽ പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കുടുംബത്തെ നയിക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പന്തക്കുസ്ത തിരുനാളിനായി ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഈ ദിനങ്ങളിൽ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അവിടുന്ന് നവീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ മക്കളെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പരിശുദ്ധാത്മാവിനായിട്ട് ദാഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, യേശുവേ നന്ദി, 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 നന്ദി. ഈശോയെ നന്ദി, നന്ദി, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലലൂയ, 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 ഹാലലൂയ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവേ, ഇന്നേ ദിനം അവിടുന്ന് ഒന്ന് ഇടപെടണമേ. ജീവിതത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളിൽ അവിടുന്ന് ഒന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ആത്മാവേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ ഭരിക്കണമേ, ഞങ്ങളെ നിയന്ത്രിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. യേശുവേ നന്ദി, സ്തുതി. ഹാലലൂയ. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക.
വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. പ്രിയമുള്ളവരെ, ഈ ആരാധനയിൽ നമുക്കായി പാട്ടുപാടി തന്നത് വിനീത മോളാണ്. ഈശോ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു മകളാണവൾ. ചെറുപ്പം മുതലേ മാതാപിതാക്കൾ വലിയ ദൈവസ്നേഹത്തിൽ വളർത്തിക്കൊണ്ടുവന്ന മകളാണ്. ഈശോ ഒത്തിരി സ്നേഹിക്കുന്ന കുഞ്ഞ്. ഇന്ന് ആരൊക്കെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നോ അവരെല്ലാം ഒരു നന്മ നിറഞ്ഞ മറിയം ഈ മകൾക്കായിട്ട് ചൊല്ലി കാഴ്ചവെക്കണം കേട്ടോ. മറ്റുള്ളവർക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തന്നെയാണ് ഇരട്ടി അനുഗ്രഹമായിട്ട് അത് തിരിച്ചു കിട്ടുന്നത്. ഓ ദൈവമേ, ഇന്നത്തെ ആരാധനയിൽ പ്രാർത്ഥന ചോദിച്ച് ആരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുവോ അവരെയെല്ലാം അവരുടെ നിയോഗങ്ങളെ, നീറുന്ന നൊമ്പരങ്ങളെ, ആരോടും പറയാനാവാതെ ഹൃദയത്തിൽ ഇവർ കൊണ്ട് നടക്കുന്ന ദുഃഖങ്ങളെയെല്ലാം ഈശോയെ, ഇതാ ഈശോയുടെ തിരുക്കരങ്ങളിലേക്ക് ഞാനിപ്പോൾ വെച്ച് തരികയാണ്. ഈ മക്കൾക്ക് വേണ്ടി ഈശോ ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ എല്ലാവരുടെ ഹൃദയ നൊമ്പരങ്ങളെ കർത്താവേ, ഇതാ നിൻ്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശിൽ തറയ്ക്കപ്പെട്ട എൻ്റെ ഈശോയുടെ തിരുക്കൈകളിലെ ആ തിരുമുറിവിൽ നിന്ന് താഴേക്കിറ്റിറ്റു വീഴുന്ന തിരുരക്തത്തുള്ളികൾക്ക് താഴെയായി ഞാൻ ഈ മക്കളുടെ ആവശ്യങ്ങളെ അപ്പാ ഈ സമയം സമർപ്പിക്കുന്നു. തിരുരക്തം വീണ് കുതിർന്ന ഇവരുടെ പ്രാർത്ഥനാ ആവശ്യത്തിന്മേൽ ദൈവേഷ്ടമനുസരിച്ചും ദൈവീക പദ്ധതി അനുസരിച്ചും ദൈവീക വഴികളിലൂടെ ഇവരുടെ ആവശ്യത്തിന്മേൽ ഇന്ന് തന്നെ അപ്പാ അവിടുന്ന് തീർപ്പുണ്ടാക്കി തരണമേ എന്ന് ദൈവപിതാവേ, ഭാവിയായ ഞാൻ അങ്ങയോട് ഈ മക്കൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഇന്ന് എന്തിനെ ഓർത്താണോ ഇവരുടെ മനസ്സ് വേദനിക്കുന്നത്, എന്തിനെ ഓർത്താണോ ഇന്നിവരുടെ കണ്ണ് നിറയുന്നത്, ആ പ്രശ്നത്തിന്മേൽ എൻ്റെ ഈശോയെ നീ ഇന്നൊന്ന് ഇടപെടണമേ. ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, ഇവരുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ. ഈശോയെ സമയം പ്രാർത്ഥിക്കുകയാണ്. പ്രിയമക്കളെ, നമുക്ക് വലിയ വിശ്വാസത്തോടെ നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ ഈ സമയം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാ ദിവസവും ഉണർന്നാൽ ആദ്യം നിങ്ങൾ വായിക്കേണ്ട ഒരു വചനഭാഗമാണിത്. അനുഗ്രഹങ്ങൾ. ഈ വചനം ഈശോയെ ഈ സമയം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിലെ ഈ വചനം നിവർത്തിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ അനുഗ്രഹത്താൽ ഞങ്ങളുടെ എല്ലാം കുടുംബങ്ങളും നിറയട്ടെ. ഈശോയെ, നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകുമെന്ന്
നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും, നീ ആരുടെയും ആജ്ഞാനുവർത്തിയായിരിക്കുകയില്ല. ഇന്നു ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. ദൈവമായ കർത്താവിന് സ്തുതി. കർത്താവിൻ്റെ സംരക്ഷണത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്തിലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവൻ്റെ മേൽ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കാവുന്ന എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും, സത്താൻ്റെ ആക്രമണങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, യാദൃശ്ചികമായ അപകടങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും, പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ സമാധാനം, സന്തോഷം, സ്നേഹം, ക്ഷമാശീലം, ജ്ഞാനം, വിശ്വാസം എന്നിവയാൽ എന്നെ നിറയ്ക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പിതാവായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി കർത്താവായ ഈശോ മിശിഹ ഗാഗുൽത്തായിൽ എനിക്ക് വേണ്ടി ചിന്തിയ തിരുരക്തം വഴി എന്നെ തന്നെയും എനിക്ക് പ്രിയമുള്ള എല്ലാവരെയും, എൻ്റെ എല്ലാ സ്നേഹിതരെയും, എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും ഞാൻ ഭരമേൽപ്പിക്കുന്നു. ഈശോ മിശിഹായുടെയും അവിടുത്തെ തിരുരക്തത്തിൻ്റെയും നാമത്തിൽ ആകാശത്തിലും ഭൂമിയിലും ജലത്തിലും ഭൂഗർഭത്തിലും അധോലോകത്തിലുമുള്ള എല്ലാ ദുഷ്ടശക്തികളെയും ഞാൻ ബന്ധിക്കുന്നു. ഈശോ മിശിഹായുടെ തിരുരക്തത്താൽ ഈ മുറിമേലും ഈ ഭവനത്തിന്മേലും ഞാൻ മുദ്ര വയ്ക്കുന്നു. യാതൊരു ദുഷ്ടശക്തിയും മൃതലോക സംസർഗങ്ങളും ഇവിടെ ഉണ്ടാകാതിരിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, നന്ദി, നന്ദി. സ്തുതി, സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,